പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയിലുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഏലിയൻ വെഹിക്കിൾസുമല്ല. ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയ, സ്വന്തമായിട്ട് ഇന്ത്യയിൽ പൂർണ്ണമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡ്രോൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർബൗണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ഡെലിവറി ഡ്രോൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ലോജിസ്റ്റിക് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന കമ്പനിയാണ് എയർബൗണ്ട്. ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഡീപ്പ് ടെക് ഹാർഡ്വെയർ കമ്പനിയാണിത്. ഇന്ത്യയിലെ ഏറ്റവും ധീരമായ ഹാർഡ്വെയർ കമ്പനി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഈ കാണുന്ന ഡ്രോൺ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഡ്രോൺ ആണ്. ഇതിനെ ടെയിൽ സിറ്റർ വിടോൾ എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടി വിശദമാക്കിയാൽ ടെയിൽ സിറ്റർ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡ്രോൺ എന്ന് നമുക്കിതിനെ പറയാം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഡ്രോണിനെ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സാധാരണ ഡ്രോണുകളെ അപേക്ഷിച്ച് ഇതിന് ഭാരം വളരെ കുറവാണ്. കൂടുതൽ ദൂരത്തേക്ക് അതിവേഗത്തിൽ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഡെലിവറി ക്രാഫ്റ്റ് ആണ് തങ്ങളുടേത് എന്നാണ് എയർബൗണ്ട് അവകാശപ്പെടുന്നത്. റൺവേകളോ വലിയ പ്ലാറ്റ്ഫോമുകളോ ഇല്ലാതെ തന്നെ ഈ ഡ്രോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡ്രോണിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും ഇതിനെ ഉപയോഗിക്കാം. കാരണം ഇത് വെർട്ടിക്കലായിട്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയുന്ന ഒരു ഡ്രോൺ ആണ്. ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ രക്തം, മരുന്നുകൾ, വാക്സിനുകൾ എന്നിവയൊക്കെ അതിവേഗത്തിൽ എത്തിക്കാൻ ഇവയെ ഉപയോഗിക്കാം. ഇത് മെഡിക്കൽ ഡെലിവറി രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഡ്രോൺ ആണ്. റോഡ് മാർഗമുള്ള ഗതാഗതത്തെക്കാൾ കുറഞ്ഞ ചിലവില് സാധനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ഈ ഡ്രോണുകൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമാണ്. ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ചുരുക്കത്തിൽ അത്യാധുനികമായ എയറോഡൈനാമിക്സ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ഗതാഗത വിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഗംഭീരമായ എഞ്ചിനീയറിംഗ് വർക്കാണ്. സാധാരണ ഡ്രോണുകളെ പോലെ മോട്ടോറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു രൂപമല്ല ഇതിനുള്ളത്. മറിച്ച് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സ്റ്റെൽത്ത് ഗ്ലൈഡർ പോലെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു രൂപമാണിത്. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ടെയിൽ സിറ്റർ ഡിസൈൻ ആണ്. ഇത്രയും മനോഹരമായ അതിന്റെ ലുക്കിന് കാരണവും അത് തന്നെയാണ്. താഴെ നിന്ന് പൊങ്ങാനും മുന്നോട്ട് പറക്കാനും പ്രത്യേകം മോട്ടോറുകൾ ആവശ്യമില്ലാത്തതിനാൽ ഇതിന്റെ പുറം ഭാഗം വായുവിനെ പ്രതിരോധിക്കത്തക്ക വിധം വളരെ മിനുസമാർന്ന രീതിയിലാണ് നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നത്. കാഴ്ചയിൽ ഭംഗിയുള്ളതിനോടൊപ്പം തന്നെ വായുവിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു രൂപമാണിത്. നമ്മുടെ നാട്ടിലെ അത്യാധുനിക ഹാർഡ്വെയർ ഡിസൈൻ രംഗത്തുണ്ടായ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഡ്രോൺ. ഇത്രയും വലിപ്പമുള്ള ഈ ഡ്രോണിന്റെ ഭാരം എന്ന് പറയുന്നത് വെറും 2.5 കിലോഗ്രാം മാത്രമാണ്. ഇതിന് നിലവിൽ 1 കിലോഗ്രാം വരെ ഭാരം ചുമക്കാൻ കഴിയും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. ദൂരപരിധി ഒരു തവണ ചാർജ് ചെയ്താൽ 40 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. 1.4 മീറ്റർ ആണ് അതിന്റെ വിങ് സ്പാൻ. വളരെ കുറഞ്ഞ ശബ്ദം മാത്രമാണ് ഇതിനുള്ളത്. ഒരു തരത്തിൽ നിശബ്ദമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 60 ഡെസിബൽ മാത്രമാണ് ഇതിന്റെ ശബ്ദം എന്ന് പറയുന്നത്. നിലവിൽ നിയമപ്രകാരമായ 400 അടിയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാർബൺ ഫൈബർ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ച് ഇതിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നു. സാധാരണ 6 പൗണ്ട് ഭാരം വരുന്ന ഒരു എയർ ഫ്രെയിമിനെ വെറും 400 ഗ്രാം മാത്രമായി കുറയ്ക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണ ഡ്രോണുകളെ അപേക്ഷിച്ച് ഇതിന് 4 മടങ്ങ് എയറോഡൈനാമിക് കാര്യക്ഷമത കൂടുതലുണ്ട്. ഇതിലൂടെ വിതരണ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. മനുഷ്യ സഹായമില്ലാതെ തന്നെ സാധനങ്ങൾ ലോഡ് ചെയ്യാനും പറന്നുയരാനും തിരികെ വന്ന് ഡോക്ക് ചെയ്യാനും ഇതിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ സ്ഥാപകൻ നമൻ പുഷ്പാണ്. വെറും 15-ാം വയസ്സിൽ ഈ ഡ്രോണിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചു തുടങ്ങിയ അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് ലഭിച്ച വിദേശ അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഈ സ്റ്റാർട്ടപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആദ്യഘട്ടത്തില് രക്തസാമ്പിളുകൾ, മരുന്നുകൾ എന്നിവ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഡ്രോണിന്റെ ഉദ്ദേശം. ഭാവിയില് ഭക്ഷണ സാധനങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും എത്തിക്കാൻ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഔദ്യോഗികമായിട്ട് എയർബൗണ്ട് നിലവിലൊരു പ്രതിരോധ കമ്പനിയല്ല. അവരുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് മെഡിക്കൽ ഡെലിവറികളും കൊമേഴ്ഷ്യൽ ലോജിസ്റ്റിക്സുമാണ്. എങ്കിലും ഈ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സൈന്യത്തിന് വളരെ പ്രയോജനകരമാണെന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ഇതിന് വരാനുള്ള സാധ്യത ഒരുപാട് കാണുന്നുമുണ്ട്. പ്രധാനമായിട്ട് നിരീക്ഷണവും രഹസ്യാന്വേഷണവും എന്ന് പറയുന്ന മേഖലയിൽ ഇതിനെ ഉപയോഗിക്കാൻ കഴിയും.
ഇതിന്റെ 60 ഡെസിബൽ എന്ന് പറയുന്ന കുറഞ്ഞ ശബ്ദം ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അതിർത്തികളിൽ നിരീക്ഷണം നടത്താൻ ഇതിനെ സഹായിക്കും. യുദ്ധമുഖത്തോ മലനിരകളിലോ റൺവേകൾ നിർമ്മിക്കാൻ പ്രയാസമാണ്. ലംബമായി പൊങ്ങാനും ഇറങ്ങാനും കഴിയുന്ന ഈ ഡ്രോൺ ഇത്തരം സ്ഥലങ്ങളിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ്. മുൻനിരയിൽ നിൽക്കുന്ന സൈനികർക്ക് ആവശ്യമായ മരുന്നുകൾ, രക്തം അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങൾ എന്നിവ അപകടകരമായ സാഹചര്യങ്ങളിൽ എത്തിക്കാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ മേഖലകളിൽ ഒരുപക്ഷെ ഭാവിയിൽ ഈ ഡ്രോണുകളെ ഉപയോഗപ്പെടുത്തിയേക്കാം. ഇതിന്റെ ബ്ലെൻഡഡ് വിങ് ബോഡി ഡിസൈൻ ശരിക്കും റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഒരു പരിധി വരെ സഹായിക്കുകയും ചെയ്യും. അതായത് ലോ റഡാർ ക്രോസ് സെക്ഷൻ ആണ് ഈ ഒരു ഡ്രോണിനുള്ളത്. നിലവിൽ കമ്പനി പ്രധാനമായി സിവിൽ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിലും ഇന്ത്യയുടെ ഡിഫൻസ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ ഈ ഒരു ഡ്രോണിന് സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ ഇതിന്റെ മിലിറ്ററി ഗ്രേഡ് പതിപ്പും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇതില് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം, ഇതൊരു ഇന്ത്യൻ ഡ്രോൺ ആണ് എന്നതിലുപരിയായിട്ട് ഇത് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും നൂതനവുമായ ഡ്രോൺ ഡിസൈനുകളിൽ ഒന്നാണെന്ന് നിലവിൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. സാധാരണ ഡ്രോണുകളിൽ വായുവിൽ നിൽക്കാൻ ഊർജം ഒരുപാട് ചിലവാകുന്ന സമയത്ത് ഈ ഡ്രോണിന്റെ ഡിസൈൻ ഒരു വിമാനത്തെ പോലെ ചിറകുകൾ ഉപയോഗിച്ച് വായുവിൽ ഒഴുകി നടക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായ ഡ്രോണുകളിൽ ഒന്നായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. പല വിദേശ കമ്പനികളും സങ്കീർണമായ മോട്ടോറുകളും മെക്കാനിസങ്ങളും ഉപയോഗിക്കുമ്പോൾ എയർബൗണ്ട് അതൊന്നുമില്ലാതെ വെറും 2 മോട്ടോറുകൾ കൊണ്ട് ലംബമായി പൊങ്ങാനും തിരശ്ചീനമായി പറക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലാളിത്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രോണിന്റെ ബ്ലെൻഡഡ് വിങ് ബോഡി ഡിസൈൻ ഭാവിയുടെ സാങ്കേതിക വിദ്യയാണ്. ഇത് വായുവിനെ കീറിമുറിച്ച് മുന്നേറാൻ സഹായിക്കുക മാത്രമല്ല കാണാനും വളരെ മനോഹരമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും നിലവാരമുള്ള ഒരു ഹാർഡ്വെയർ ഉൽപ്പന്നം വരുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ്. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? അമേരിക്കയുടെ കൈവശമുള്ള B-2 ബോംബർ വിമാനം ഡിസൈൻ ചെയ്തതും അതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രവും ഒരു ഇന്ത്യൻ വംശജനായിരുന്നു എന്ന് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. ഇതുപോലെ അമേരിക്കയും ലോകത്തെ പല രാജ്യങ്ങളും വികസിപ്പിച്ചെടുത്ത പല ആധുനിക ആയുധങ്ങളുടെയും പുറകിലെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരായിരുന്നു. ഇന്ത്യയിലെ ടാലന്റിനെ കണ്ടെത്തിയിട്ട് സ്പോൺസർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് വലിയ ഓഫറുകൾ കൊടുത്തിട്ട് ഒരു 10, 15, 16 വയസ്സുള്ളപ്പോൾ തന്നെ നല്ല ബുദ്ധിയുള്ള പിള്ളേരെ റാഞ്ചി കൊണ്ടുപോകുന്ന പരിപാടി പണ്ട് തൊട്ട് തന്നെ യൂറോപ്യൻസും അമേരിക്കക്കാരും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിയുള്ള പലരും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് അവരുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനായ നമൻ പുഷ്പിനെയും വിദേശികൾ തേടി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കഴിവും ഈ ഡ്രോണിന്റെ ഡിസൈനിലെ പ്രത്യേകതയും കണ്ടാണ് ലോക പ്രശസ്തമായ പല വിദേശ സർവകലാശാലകളും സ്ഥാപനങ്ങളും ഇദ്ദേഹത്തെ ക്ഷണിച്ചത്. അമേരിക്കയിലെ വിഖ്യാതമായ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉപരിപഠനത്തിന് അദ്ദേഹത്തിന് സ്കോളർഷിപ്പോടെ അഡ്മിഷൻ ലഭിച്ചതാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ലോകത്തിലെ തന്നെ മികച്ച ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഇടമാണത്. എന്നാൽ തന്റെ കണ്ടുപിടുത്തം വിദേശത്ത് കൊണ്ടുപോയി വികസിപ്പിക്കുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങി ഈ സാങ്കേതിക വിദ്യ ഇവിടെ തന്നെ വളർത്തണമെന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു ആ ദേശസ്നേഹിയായ യുവാവ്. അതുകൊണ്ടാണ് ഉപരിപഠനത്തിനുള്ള വലിയ അവസരം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ബംഗളൂരുവിൽ എയർബൗണ്ട് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന് തുടക്കം കുറിച്ചത്. നമ്മുടെ നാട്ടിലെ പ്രതിഭകൾ വിദേശത്ത് ചേക്കേറുന്നത് ശരിക്കും നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ അവിടെയാണ് വിദേശത്ത് നിന്ന് വലിയ ഓഫർ ലഭിച്ചിട്ടും സ്വന്തം രാജ്യത്ത് തന്നെ തന്റെ കഴിവ് ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ചെറുപ്പക്കാരന്റെ ദൃഢനിശ്ചയം കാരണം മികച്ച ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. വലിയൊരു ഓഫർ നിരസിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം രാജ്യത്ത് ഉറച്ചു നിന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വലിയ അഭിനന്ദനം നമ്മൾ നൽകേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ ബുദ്ധി കാണിക്കുന്ന ഇന്ത്യയിലെ കുട്ടികളെ വിദേശത്തുള്ള പല ഏജൻസികളും നോട്ടമിടും, സർവകലാശാലകൾ നോട്ടമിടും. ഇവർക്ക് വലിയ തുകയാണ്, ഇവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വലിയ തുകയും ഓഫറുകളും ഒക്കെ കൊടുത്തിട്ട് കുടുംബസമേതം വേണമെങ്കിൽ അവരെ നേരെ വിദേശത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. എന്നിട്ട് അവരെ അവരുടെ ബുദ്ധിയെ അമേരിക്കയ്ക്കും യൂറോപ്പിനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. അങ്ങനെയാണ് ഇന്ന് വലിയ ടെക് കമ്പനികളുടെ എല്ലാം തലപ്പ് തിരിക്കുന്നത് ഇന്ത്യക്കാരായി മാറുന്നത്. എന്തിന്? അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയിൽ പോലും അതിന്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ശാസ്ത്രജ്ഞരിൽ പലരും, പ്രമുഖരായ പലരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ വംശജരാണ്. ഇവരൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയവരാണ്, വലിയ ഓഫറുകൾ കൊടുത്തു കൊണ്ടുപോയതാണ്. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നല്ല ബോധ്യമുണ്ട് സ്വന്തം രാജ്യത്ത് അവരുടെ ബുദ്ധിയും കഴിവും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത.
നമ്മുടെ രാജ്യത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ നിന്ന് ഇതുപോലുള്ള വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടാൽ മാത്രമേ അത് സാധിക്കൂ. നോക്കൂ, എത്ര മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ്, എത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കൂടുതൽ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു എക്കോ സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങളുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.